മരണോദയപുത്രനായ ശുക്ര നീ വെട്ടേറ്റു വീണതെങ്ങനെ? അതാ അനാദി നിത്യത. 2, തോട്ടത്തിൽ ആദമ്യ കുടുംബത്ത് തോട്ടത്തിൻ്റെ നടുവിലൊരു ഫലമുണ്ടായിരുന്നു. അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ പുറത്തു പോകും. ആ യുഗം ആ നിൽക്കൽമഷ യുഗം. അവ ഭക്ഷിച്ച് ആദമിനും കൊടുത്തു. ആദ്യത്തെ കുടുംബജീവിതം അവിടെ തകരുന്നു. 3, മനസാക്ഷി യുഗം. ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും 9 വിനാഴികയും 2 കുഞ്ഞുങ്ങൾ. കായീൻ ഹാബേൽ, ആരാധനയ്ക്ക് വേണ്ടി വരുന്ന കായീൻ ഹാബേലിനെ വെട്ടിക്കൊല്ലുന്നു. ഹാബേലിൻ്റെ രക്തം അവിടെ നിലവിളിക്കുന്നു. ഹാബേലിൻ്റെ രക്തം നിലവിളിച്ചു. സ്വർഗം ചോദിച്ചു, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? കായീൻ പറഞ്ഞ്, ഞാൻ അവൻ്റെ കാവൽക്കാരനോ. ആ യുഗത്തിൻ്റെ പേരാ മനസാക്ഷി യുഗം. ഗുണം പിടിക്കാത്ത മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവസാനം മോശയെ ദൈവം കൊണ്ടുപോയി സീനായുടെ മഴ അവിടെ കൊണ്ടുവന്ന് 750 പ്രമാണവും 10 കൽപ്പനയും കൊടുത്തു ഇസ്രായേലിൻ്റെ പാളയം. അതിനുശേഷം ആ കൽപ്പലകളെ അവൻ എറിഞ്ഞുടച്ചു. ന്യായപ്രമാണ യുഗം കഴിഞ്ഞപ്പോൾ ഒരുവൻ വന്നു. അവൻ്റെ പേരാ സങ്കലന യുഗം. സങ്കലന യുഗത്തിൻ്റെ പ്രത്യേകത, സങ്കലന യുഗത്തിൽ സ്നാപക യോഹന്നാൻ വന്നു. ബൈബിൾ 66 പുസ്തകങ്ങൾ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ, ബൈബിളിനകത്ത് ഒരു മിനി ബൈബിളുണ്ട്. യെശയ്യാ പ്രവചനം. പഴയത് 30, 39, 40 സ്നാപക യോഹന്നാൻ്റെ അനൗൺസ്മെൻറ്റ്. സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന കോപ ദിവസത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോരുവിൻ, ദുർഘട പാതകളെ നിരപ്പാക്കി യഹോവയ്ക്ക് വഴിയൊരുക്കുകയും. യോഹന്നാൻ വിളിച്ച സർപ്പസന്തതികളേത്? ഞങ്ങൾ ഇന്ന് മക്കളേന്ന് വിളിച്ചിട്ട് ആരും പരിഗണിക്കുന്നില്ല. സ്വോത്രം കണ്ടില്ലേ? യോഹന്നാൻ അതാ വിളിച്ചത്. യോഹന്നാൻ്റെ താലത്തിൽ അറക്കപ്പെടുമ്പോൾ ഈ മിനിസ്ട്രി ഏറ്റെടുക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ബേത്ലഹേമിൽ ഭൂജാത് മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളർന്നു. 30ാമത്തെ തിരുവയസ്സിൽ സ്നാപക യോഹന്നാൻ സ്നാനമേറ്റു. 33ാം തിരുവയസ്സിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി. മരിച്ചവൻ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു. 40ാം ദിവസം ഒലിവുമലയിൽ ശിഷ്യന്മാരുടെ തലകളിൽ കരം വെച്ചിട്ട് ഒരു മേഘം താഴേക്ക് വന്ന് അവൻ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ടു. സങ്കലന യുഗം. യേശു ഒരു കാര്യം പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1, വാഗ്ദത്തത്തിൻ്റെ ശക്തി. അതാ ഏതാണെന്നറിയാമോ? കൃപായുഗം. അപ്പോസ്തല പ്രവൃത്തി 2, പെന്തക്കോസ് വരുന്ന ആളിൽ 120 പേർ സഹീയോൻ മാളിക മുറിയിൽ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരംഭിച്ചു ദൈവസഭ. ഈ സഭയെ ചേർക്കുവാൻ ആ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടുന്ന കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഇതെല്ലാം കൃപായുഗത്തിൻ്റെ പ്രത്യേകത. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, ദൈവസഭ എടുക്കപ്പെടും. അതോടൊപ്പം തന്നെ എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശം ഉണ്ടാകും. ഇൻ്റർനെറ്റിൻ്റെ യുഗം നടക്കും. അതിനുശേഷം ലോകമഹായുദ്ധം. അതായിരിക്കും നാളെ പ്രസംഗിത. കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെടുമ്പോൾ അതിനോടനുബന്ധിച്ച് എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യും. യെരുശലേമിൻ്റെ ആലയം. അതുപോലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ഇലക്ഷനിൽ 6G അല്ല, ഇപ്പോൾ 9Gയിലേക്ക് ലോകം കുതിക്കുന്നു. അത് പറയുമ്പോൾ ഇന്ന് രാത്രി. അപ്പോൾ ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെട്ടിയ ഒരു സംഭവമുണ്ട്. വട്ടിയൂർക്കാവ് ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ദേവി, ആയുർവേദ ഡോക്ടർ, കൂടെ പാമ്പാടിക്കാരൻ നവീൻ, അതിനുശേഷം വേറെ ഒരു പെൺകുട്ടി ആര്യ, ശ്രീകാര്യ സ്കൂളിലെ പെൺകുട്ടി. അരുണാചൽ പ്രദേശിൽ എങ്ങനെ മരിച്ചു? സാത്താൻ്റെ കരങ്ങൾ അവരുടെ പിൻപിൽ. കടക്കാം. ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടറും മനുഷ്യനും അന്ത്യകാലത്തെ സാത്താൻ്റെ കൊലപാതകം. വായിച്ചു തുടങ്ങുന്നു വെളിപ്പാട് പുസ്തകം 13:15. നിങ്ങളുടെ പത്രവാർത്തയും കർത്താവിൻ്റെ വരവും നാളെയും ഇത് തന്നെ ആയിരിക്കും. വെളിപ്പാട് 13:15. കുഞ്ഞൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് അവിടെ നിന്ന് നിൽക്കട്ടെ. ഇതാ കിടക്കുന്നു, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. കേട്ടോണേ, യോഗം കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും കാണാം. 7 വർഷം മുമ്പ് ആലിക്കോട് ഞാൻ കൺവെൻഷന് വന്നാൽ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്താ പറയുന്നത്? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. ഇതാ കിടക്കുന്നു. 2018 ഡിസംബർ മാസം സൗദി അറേബ്യയിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നു. കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കണ്ടു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. റോബോട്ട് സംസാരിക്കുന്നു. സ്വോത്രം. ഇന്ന് രാത്രി, കഴിഞ്ഞ ദിവസം അവൾ പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു. നിങ്ങൾക്കറിയണം, ഇതൊക്കെ മനസ്സിലാക്കണം. തിരുവനന്തപുരംകാർ സ്വോത്രം. പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് അവൾ മാറി. ഇപ്പം ചാറ്റ് GPT ഗ്രോക്കായി സോഫിയ. ആ പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് വന്നപ്പോൾ പിള്ളേർ അവളോട് ചോദിച്ചു, ഇനി എന്താ ആഗ്രഹം? അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. കമ്പ്യൂട്ടർ പറയുന്നു, റോബോട്ട് കല്യാണം കഴിക്കണമെന്ന്. ഇന്ന് രാത്രി റോബോട്ടില്ലാത്ത കാലം, ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലം, കയറും വയറും ഇല്ലാത്ത കാലം. ആ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. എന്താ സംഭവം? യോഹന്നാൻ പത്മോസിൽ പറഞ്ഞു, അന്ത്യകാലം റോബോട്ട് സംസാരിക്കുമെന്ന്. കരമുയർത്തുന്നവർക്കായി ഇതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ തനിമ, ഇതാ ബൈബിളിൻ്റെ നൈർമല്യത. ഇവിടെ ഒരു പുസ്തകവും പറയാത്ത കാലത്ത് ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിനകത്ത് പറഞ്ഞു, റോബോട്ട് സംസാരിക്കോ അമ്മച്ചി എന്ന്. രാത്രി കരമുയർത്തും. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് ഉയർത്തുന്നവൻ എൻ്റെ ദൈവത്താൽ, ഇത് പ്രസംഗിക്കുന്നവൻ എൻ്റെ ദൈവത്താൽ, ഈ വചനം എടുക്കുന്നവൻ്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. കരമുയർത്തുന്നവർക്കാൽ. ഇതിൻ്റെ പേര് റോബോട്ട് സംസാരിക്കും.
മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. അടുത്തത് കമ്പ്യൂട്ടർ മർഡർ. കുഞ്ഞു വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമയെ വായിക്കാം. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും സാത്താന്റെ ഇഷ്ടം ആരാധനയാ. വഴങ്ങാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. റോബോട്ടിന് ആത്മാവിനെ കിട്ടാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി കേൾക്കണം. ദാണ്ടേ തൊടുപുഴക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ മലയാളി, അവൻ അമേരിക്ക IBM കമ്പനിയിൽ, എല്ലാവരും കേൾക്കണം, ഇതിനി ആരും ഇവിടെ പ്രസംഗിക്കത്തില്ല കേട്ടോ. അമേരിക്കയിൽ IBM കമ്പനിയിലാണ് അവർ റോബോട്ടിന് ഹൃദയം കൊടുക്കാൻ പോകുന്നു. കമ്പ്യൂട്ടറിന് വെച്ച് മനുഷ്യനെ കൊടുക്കാൻ പോകുന്നു. സ്വോത്രം. കമ്പ്യൂട്ടറിന് ഹൃദയം കൊടുക്കാൻ പോകുന്നു. റോബോട്ടിന് മനുഷ്യൻ, തൊടുപുഴക്കാരൻ, അമേരിക്കൻ IBM. അതിന് റോബോട്ടിന് ഹൃദയം കൊടുത്താൽ അവൻ ആരെങ്കിലോടും സ്നേഹം കാണുമോ? ഇന്ന് സ്വന്തം മക്കൾക്ക് അപ്പനും അമ്മയോട് സ്നേഹമില്ല. കാലം പോയില്ലേ? സ്വോത്രം. അപ്പനെ അമ്മയും അനാഥ മന്ദിരത്തിൽ കൊണ്ടിട്ടേക്കും അമ്മച്ചി. സ്വോത്രം. പിള്ളേരെല്ലാം വെളിനാട്ടിലാണ്. കഴിഞ്ഞ ദിവസം അനാഥ മന്ദിരം നടത്തുന്ന ഒരു ചേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മാസാമാസം കൃത്യം പൈസ അയച്ചു തരും. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നത്, ഒരമ്മച്ചി മരിച്ചു. ഇദ്ദേഹം ഗൾഫിലോ ലണ്ടനിലോ ഉള്ള പിള്ളേരെ വിളിച്ചു. അന്നേരം പറഞ്ഞു, 1,00,000 രൂപ കൂടുതൽ അയച്ചേക്കാം, അമ്മച്ചേനെ അങ്ങ് അടക്കുകയും കൂടെ ചെയ്തേക്കാം, എന്നിട്ട് ലൈവ് കൊടുത്താൽ മതിയെന്ന്. കര ഉയരുന്നില്ലല്ലോ അമ്മ. സ്വോത്രം. ആ കിടക്കുന്നത് നൊന്ത് പ്രസവിച്ച പൊന്നെ ചക്കരെ മക്കളെ നിന്ന് എടുത്തുകൊണ്ട് കിടന്ന മക്കൾ ഇന്ന് ലണ്ടനിലും ദുബായിലും വരുന്നിട്ട് അനാഥ മന്ദിരക്കാരനോട് പറഞ്ഞ് നല്ല ഒരു പട്ടക്കാരനെ വിളിച്ച് അടക്കിയത് 1,00,000 അടക്കത്തിന് പ്രത്യേകം, എന്നിട്ട് ലൈവിൻ്റെ ലിങ്ക് കൂടിഞ്ഞ് കൊടുത്തിരുന്നാൽ മതിയെന്ന്. ഞങ്ങൾ ആ ലൈവ് ഇരുന്നിട്ട് അമ്മച്ചിക്ക് വേണ്ടി ഒരു വാക്ക് കരഞ്ഞോളാന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എത്ര വളർത്തിയാലും സ്വന്തം വളർത്തിയ മക്കൾ അപ്പനും അമ്മയോട് നീതി കാണിക്കുന്നെങ്കിൽ നീതി കാണിക്കുന്ന പിന്നെ ആ റോബോട്ട് നീതി കാണിക്കുന്ന. സ്വോത്രം. അതിൻ്റെ മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുക. ആ മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുന്നതിൻ്റെ പേരാ ബ്ലൂ ബ്രൈൻ. അതിനാദ്യമായി ഇവിടെ ഒരു കളി വന്നു. കേരളത്തിലും വന്ന് തിരുവനന്തപുരത്തും വന്ന്. ആ കളിയുടെ പേരായിരുന്നു ബ്ലൂ വെയിൽ. അനവധി പേർ മരിച്ചു. നിങ്ങളുടെ തൊട്ടടുത്തൊരു അക്കരക്കരയുണ്ട്, മാർനല്ലൂർ, പോങ്ങമ്മോട്. അവിടെ സ്ഥിരം ഞാൻ പ്രസംഗിക്കുന്ന കണ്ടലയും മാർനല്ലൂരും പോങ്ങമ്മോട്. അവിടുത്തെ CSIക്കാർക്ക് മുഴുവൻ അറിയാം. അവിടെ ഒരു പയ്യൻ 9th ക്ലാസ്സിൽ പഠിക്കുന്നവൻ കെട്ടിത്തൂങ്ങി മരിച്ചു. എങ്ങനെ കെട്ടിത്തൂങ്ങി മരിച്ച്? കണ്ടല സർവീസ് സഹകരണ ബാങ്ക് പൊട്ടിയതല്ല, അവന് ഭാര്യയും മക്കളുമില്ല. ബ്ലൂ വെയിലിൻ്റെ കളി കളിച്ചിട്ട് അവസാന സാത്താൻ്റെ കളിയിൽ അവൻ തോറ്റപ്പോൾ പിശാച് മെസ്സേജ് കൊടുത്തു, അവൻ വീട്ടിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. ബ്ലൂ വെയിൽ. അതുകൊണ്ട് ആ കളി നിർത്തിയത്. ഇന്ന് മക്കളെ സൂക്ഷിച്ചോണം. ഇൻ്റർനെറ്റിനകത്ത് സാത്താൻ്റെ കളി ഒരുപാടുണ്ട്. കൊച്ചുങ്ങളിപ്പോൾ വേറെ കളി കളിക്കുന്നത് വെക്കടാ വെടി, പബ്ജി, ഇതെല്ലാം സാത്താൻ്റെ കളിയാണ്. സ്വോത്രം. അമ്മച്ചിമാരൊക്കെ സൂക്ഷിച്ചോണം. ഇത് അന്ത്യകാലമാണ്. അങ്ങനെ ഒരു കാലത്തിലേക്ക് ലോകം വരുന്നു. ഇന്ന് രാത്രി 1 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും, 2 മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുക. ഇനി സാത്താൻ്റെ ഇഷ്ടം എന്തുവാ? സാത്താൻ്റെ ഇഷ്ടം ആരാധന. എല്ലാവരും കേൾക്കണം. എന്താ സാത്താൻ്റെ ഇഷ്ടം? ആരാധന. ശദ്രക്ക്, മേശക്ക്, അഭേദനഗോഗ് ദുരാസു സമഭൂമിയിൽ കൊണ്ടുപോയിട്ട് അവരോട് എന്താ പറഞ്ഞതെന്നറിയാമോ? സ്വോത്രം. ഒരു കാര്യം പറഞ്ഞു, എന്താ ഇതിനെ ഒന്ന് വണങ്ങിയാൽ മതി. സ്വോത്രാഴ്ചയും ദശാംശവും അല്ല ചോദിച്ചത്. സാത്താൻ്റെ ഇഷ്ടം ആരാധന. അത് കഴിഞ്ഞ് യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പിശാച് എല്ലാ ടൗണും കാണിച്ചു. ഒന്ന് വണങ്ങിയേക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ വണങ്ങാത്തവരെ കൊല്ലിക്കുവാൻ പിശാചിന് അധികാരം കിട്ടുന്നത്. അവന് ഡയറക്റ്റ് കൊല്ലാൻ അധികാരമില്ല, വണങ്ങാത്തവരെ കൊല്ലുവാൻ അധികാരം. അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുക. സജു ചാത്തന്നൂരല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാം ഇന്ന് രാത്രി. കേട്ടോണേ, ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് കേട്ടോണേ. ഇനി ഞാനിതിവിടെ പ്രസംഗിക്കത്തില്ല. എങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇന്ന് രാത്രി കേട്ടോണേ. ഇവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി, ശ്രദ്ധയോടെ ഇരിക്കണം, പാലിയോടിരിക്കുന്ന ഒരു പെൺകുട്ടി, ചെന്നൈയിലുള്ള ചെറുപ്പക്കാരനുമായിട്ട് നല്ല അടുപ്പം. 2 പേരിലും മെയിൽ ID ഉണ്ട്, വാട്സപ്പും ഉണ്ട്. രാത്രി 14 ഇഞ്ച് കമ്പ്യൂട്ടറുമായിട്ട് 2 പേരും കയറിയിട്ട് ചാറ്റ് ചെയ്യും. ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരനുമായിട്ട് ലാപ്ടോപ്പിലെ ക്യാമറ വഴി മുഖാമുഖം ചാറ്റ് ചെയ്യും. ഈ ചെറുപ്പക്കാരൻ ചില കാര്യങ്ങൾ പെൺകുട്ടിയോട് പറയും. പെൺകുട്ടി അനുസരിക്കത്തില്ല. ആ സമയത്തും പെൺകുട്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ, ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവനൊരു വൈറസ് മെസ്സേജ് അയക്കും. ആ മെസ്സേജ് അയച്ചാൽ ലാപ്ടോപ്പിന് താങ്ങാൻ പറ്റത്തില്ല. ബാക്കിയുള്ളത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. എന്താ ശ്രദ്ധയോടെ കേൾക്കണമെന്നറിയാമോ? ഈ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുന്നൊരു കാലം. ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത എന്താ? ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത എന്നറിയാമോ? സ്വോത്രം. പറഞ്ഞുതരാം. 5 ഘടകങ്ങൾ ഒരു ലാപ്ടോപ്പിന്. 1 മൈക്രോ പ്രോസസ്സർ, 2 അതിൻ്റെ കീപാഡ്, അടിയിൽ ലിഥിയം ബാറ്ററി, 3ാമത്തെ ഘടകം കഴിഞ്ഞു 4 ഇങ്ക് സ്ക്രീൻ, മൊബൈൽ കണക്ക്, പിന്നെ ദാണ്ട് ഈ സീരിയൽ ബൾബ ടച്ച് ചെയ്യുമ്പോൾ പ്രകാശിക്കുന്നത്. അങ്ങനെയെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജ് അയച്ചാൽ ഈ സിസ്റ്റം ചൂടാവും. മൈക്രോ പ്രോസസ്സർ ബാറ്ററി എന്താകും? ഷോർട്ടാവും. ആ സമയത്ത് സീരിയൽ ബൾബ് പൊട്ടിത്തെറിക്കും. അല്ലേ തന്നെ നമ്മുടെ പെൺകൊച്ചുങ്ങൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഏതാണ്ട് കടിച്ചു തിന്നാനിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ആ സമയത്ത് ലാപ്ടോപ്പ് പൊട്ടുമല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ചീള് പതിക്കും.
ശരിക്കും മലയാളം. ഇന്ന് രാത്രി ഇവിടെ പ്രിയ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ മോൻ ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടുമ്പോൾ ഞങ്ങളുടെ ശബ്ദം അധികം കഴിഞ്ഞു പോയാൽ മോണിറ്ററിൽ നിന്ന് നേരെ കയറുന്ന ആംപ്ലിഫയറിൻ്റെ റെസിസ്റ്റൻസ് ആരും അറിയാതെ അങ്ങ് പോകുകയും. സ്വോത്രം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇൻ്റർനെറ്റ് ലോകത്തെ കീഴടക്ക്. അടുത്തത് കണ്ടോണം. തിരുവനന്തപുരം ജില്ല വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്ന് അവക്കുള്ള പേരാ വ്യോമമിത്ര. അവളാണെന്ന് താണ്ടേ എവിടം വരെ എത്തിയെന്നറിയാമോ? വ്യോമമിത്ര. ബാംഗ്ലൂർ ISROയുടെ കാര്യം നിയന്ത്രിക്കുന്നത് ഇന്നൊരു റോബോട്ട്. അവക്കുള്ള പേരാ വ്യോമമിത്ര. ഇവിടുത്തെ ജോലിയെല്ലാം പോവും മക്കളെ. ദാ കിടക്കുന്നു ഇന്ത്യയുടെ യന്ത്രസുന്ദരി വ്യോമമിത്ര. ബാംഗ്ലൂർ ISRO ഇവൾ നിയന്ത്രിക്കുന്നു. റോബോട്ട് സോമനാഥ് സാറിൻ്റെ കൂടെ കൂടിരുന്ന കാര്യങ്ങൾ റോബോട്ട് നിയന്ത്രിക്കുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന്. അടുത്ത പത്രവാർത്തകൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ തൊടുന്നില്ല. സാരിക്കാരിയായി സോഫിയ ദാ കിടക്കുന്നു. ഇപ്പോൾ സാരി ഉടുത്തിരിക്കുക. കല്യാണത്തിന് വേണ്ടി അവൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എത്ര നല്ല കാര്യം. റോബോട്ട് ഇവളെ ഉണ്ടാക്കിയതാ അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ ഗൂഗിളുമായിട്ട് ചേർന്ന് സഹകരിക്കുന്ന ജെഫ്രി ഹിൻഡൻ. ഇന്ന് രാത്രി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇതാ ബൈബിളും സയൻസും. ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി. ദാ കിടക്കുന്നു. അതിനാസ്പദമായി കണ്ടോ ഇനിയുള്ള കാര്യങ്ങൾ. കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ എല്ലാവരും കേൾക്കണം. അദ്ദേഹം ഇവിടെ 2 പ്രാവശ്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് വന്ദേ ഭാരതം കാട്ടാക്കട ഇലക്ഷൻ കൺവെൻഷൻ പടപട ഹെലികോപ്റ്ററിൽ നിന്നും പ്ലെയിനിൽ നിന്നും ചാടി ഇറങ്ങി. കൈ ലാപ്ടോപ്പ് ഉണ്ടോ? നാട്ടുകാരെല്ലാം കേൾക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ കുറ്റപ്പെടുത്തതില്ല. എല്ലാം നമ്മുടെ സ്നേഹിതർ. എന്താ അതിൻ്റെ പ്രത്യേകത? അദ്ദേഹത്തോട് ഇസ്രയേലിൻ്റെ ഹല്ലേലൂയ ചാരസംഘടന മൊസാദ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന. രാഷ്ട്രീയക്കാർ കേട്ടാലും ഇന്ത്യക്കാരല്ല, ഇസ്രയേല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുഴുവൻ മൊസാദ്. അവർ പറഞ്ഞിട്ടുണ്ട് 2011 ബെഞ്ചമിൻ നെതന്യാഹു പറയും, സാറേ ലാപ്ടോപ്പ് കയ്യിൽ പിടിക്കരുത്, ഇതിനകത്ത് മെസ്സേജ് വന്നാൽ സാറിൻ്റെ കാര്യം കുഴപ്പം. 2017 ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറയും, സാറേ ഈ ലാപ്ടോപ്പ് കൈക്കകത്ത് വെക്കരുത്, പുകയാൻ സാധ്യത. നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെ നെയ്യാറ്റിങ്കര, നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലം നെയ്യാറ്റിങ്കര DYSP അദ്ദേഹം ഇവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വരും. പാലിയോട് സംഘർഷം ഉണ്ടേ വരും. കയ്യിലൊരു കുഞ്ഞൻ മൊബൈൽ കാണും. ലാപ്ടോപ്പ് ഇവിടെ പാലിയോട് ടൗണിൽ വെച്ച് ഞെക്കുന്ന കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ഞെക്കത്തില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറയും ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന് പറയും. സ്വോത്രം. അദ്ദേഹം മേശപ്പുറത്തിരുന്ന് വേണമെങ്കിൽ ഞെക്കും, അല്ലെ ഗൺമാൻ്റെ കൊടുക്കും. ലാപ്ടോപ്പ് പിടിച്ചാൽ പേടി. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ ദിവസങ്ങളിൽ അമേരിക്കയിൽ പോയി വെള്ള പാൻറ്റും വെള്ള ഷർട്ടും വെള്ള ഉടുപ്പ്, TPM അപ്പച്ചനേക്കാളും നല്ല വൈറ്റ്, കൈ ലാപ്ടോപ്പ് പോയിട്ടൊരു മൊബൈൽ പോലുമില്ല, പിടിക്കത്തില്ല. അതിനുശേഷം ഇനി ഇവിടെ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, പെൺകുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടന്മാർ തിരുവനന്തപുരത്ത് ഗൾഫിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൈക്കകത്ത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ വെച്ച് നോട്ടിക്കൊണ്ടിരിക്കും. പ്ലെയിൻ യാത്രയാകാൻ നേരം പെൺകുട്ടി പറയും, സ്വിച്ച് ഓഫ് യുവർ ടാബ് ആൻഡ് മൊബൈൽ ലാപ്ടോപ്സ്. നമ്മുടെ അണ്ണന്മാരല്ലേ, പെൺകുട്ടി എത്ര പറഞ്ഞാലും ഇട്ട് ഞെക്കിക്കൊണ്ടിരിക്കും. കപ്പയുടെ ചവിട്ടി എലി മാന്തുന്നുള്ള സ്വോത്രം. പെൺകുട്ടി നമ്മളെക്കാളും ബുദ്ധിയുള്ളവളാണ്. അവൾ ക്യാബിനിൽ ചെന്നിട്ട് ഒരു ജാമർ ഒരു ഞെക്കും, കീ കൂക്കും, പിന്നെ ഒറ്റ സിഗ്നലും കിട്ടത്തില്ല സ്വോത്രം. പിന്നെ ഏതെങ്കിലും എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴാണ് കിട്ടുന്ന. ഇന്ന് രാത്രി പ്ലെയിൻ ഓടുന്ന സമയത്ത് ലാപ്ടോപ്പിനകത്ത് ഒരു മെസ്സേജ് വന്നാൽ, വൈഫൈ സംവിധാനത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? ലാപ്ടോപ്പ് ചൂടായാൽ അതിനകത്ത് പൊട്ടിത്തെറി ഉണ്ടായാൽ പ്ലെയിൻ തകരും. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈലിനകത്ത് പലപ്പോഴും ഒരു സന്ദേശം വരാറുണ്ട്. എന്താ? അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത്, കരമുയർത്തുന്നവർക്കായി. അതുപോലെ തന്നെ ചില മെസ്സേജ് വന്നാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യരുത്. 15,000 രൂപയുടെ മൊബൈൽ പിന്നെ വേസ്റ്റാ, സോഫ്റ്റ്വെയറും കട്ടാക്കി കളയും. അങ്ങനെ ഒരു സംവിധാനം വരുമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. അതിനാസ്പദമായി ഇന്ന് രാത്രി കേൾക്കണോ? തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന് പറയുന്ന 8 വയസ്സുള്ള മോൾ, അപ്പനും അമ്മയ്ക്കും ഏക കുഞ്ഞ്. അവൾ മൊബൈലിനകത്ത് മണിക്കൂറുകൾ കാര്യം കൈകാര്യം ചെയ്തു. ബാറ്ററി പൊട്ടിത്തെറിച്ചു. ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു. കരമുയർത്തുന്നവർക്കായി മനോരമയിലെ വാർത്ത. സ്വോത്രം. ഒരച്ഛൻ്റെ ഒരു അമ്മയുടെയും മകൾ. ഇതൊക്കെ വായിക്കണം അമ്മാമ്മേ. അല്ലാതെ സ്വപ്നയുടെ സ്വർണ്ണവും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. സ്വോത്രം. സ്വപ്നതോ എവിടെ ഇരിക്കുന്നു? ബാംഗ്ലൂരിൽ നിന്ന് ചിക്കൻ സാൻഡ്വിച്ച് നിന്ന് പിണറായി ഇതായപ്പോൾ ദുബായ് പോയിട്ട് വന്നിട്ട് ഹല്ലേലൂയ ഓശന്നെ പാടുന്നു. ഇവിടെ റോഡിൽ ഇറങ്ങിയ നിങ്ങൾ പെരുവഴിയായിപ്പോയി. ഇന്ന് ഞാൻ പറയും ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. സ്വോത്രം. ഇവരെല്ലാം ഒന്നാ. ഇവിടുത്തെ കോൺഗ്രസ് ഒന്നാ, BJP ഒന്നാ, CPM ഒന്നാ. നിങ്ങളെല്ലാം ഈ നാടകം കളിക്കും. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ കൂടെ വന്ന ആളാണ്. ഇവിടുത്തെ എല്ലാവർക്കും എന്നെ അറിയാം. സ്വോത്രം. അതുകൊണ്ട് അത് നോക്കാതെ പത്രത്തിൽ നോക്ക്. ബാറ്ററി പൊട്ടിത്തെറിച്ച് തൃശ്ശൂരിൽ
തിരുവല്ല മലയിൽ പെൺകുട്ടി മരിച്ച കാഴ്ച നിങ്ങൾ കണ്ടു. ഇന്ന് രാത്രി പ്രസംഗിച്ച കാശ് ഇപ്പം നിങ്ങൾക്ക് തരാം. ദാണ്ട പാലിയോട് കഴിഞ്ഞ് നെയ്യാറ്റിങ്കര മാരായമുട്ടം പെട്രോൾ പമ്പിലുണ്ട്. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, യേശു വരാൻ കാലമായെന്നല്ല, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കരമുയർത്തുന്നവർക്കായി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ മാരായമുട്ടത്ത് പെട്രോൾ പമ്പിൽ ഒരു പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ മൊബൈലിൽ ഒരു കോൾ വരുക, അസാധാരണ കോളെങ്കിൽ റിംഗ് നോട്ട് ടോൺ കൂടായാൽ സ്പാർക്ക് അടിച്ചാൽ ആ ഗണ്ണിലേക്ക് തീ പടർന്നാൽ മാരായമുട്ടം തീഗോളമാകും. കണ്ടോ? വെമ്പായത്ത് പെട്രോൾ പമ്പ് കത്തി. കർണാടകയിലെ തുംകൂറിൽ 18 വയസ്സുള്ള പെൺകുട്ടി എണ്ണയടിക്കാൻ പോയി സംസാരിച്ചു, സ്കൂട്ടറും പെൺകുട്ടിയും കത്തിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം ചെന്നൈ ചെറുപ്പക്കാരൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ പൊട്ടിത്തെറിച്ചു. കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ല്. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ടച്ച് മൊബൈൽ ഉണ്ട്. ഏഷ്യാനെറ്റിൽ അളകനന്ദ അടിക്കണം ഇന്റർനെറ്റ് മർഡർ വിത്ത് ജഫ്രി ഹിൻഡൽ. അത് കഴിഞ്ഞിട്ട് 24 ന്യൂസ് ചാനൽ PP ജെയിംസ് അടിക്കണം ഇന്റർനെറ്റ് മർഡർ. മീഡിയ വൺ അടിക്കണം PP നിഷാദ്. ഇവരെ അടിച്ചു വെക്കണം. ഈ പറഞ്ഞ കാര്യം ബൈബിളുമായിട്ട് അവർ പറഞ്ഞൊരു കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ല്. ഈ കമ്പ്യൂട്ടർ റോബോട്ടിനെ ഉണ്ടാക്കിയ ചെറുപ്പക്കാരനെ ജഫ്രി ഹിൻഡൽ. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഇന്ന് ലാബ് വിട്ട് ഓടിപ്പോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അവസാനം റോബോട്ട് മനുഷ്യനെ കൊല്ല്. സാത്താന് നേരിട്ട് കൊല്ലാൻ കഴിവില്ല, അതുകൊണ്ട് അവൻ മനുഷ്യനെ കൊല്ലിക്കും. എങ്ങനെ കൊല്ലിക്കും? ആദ്യത്തെ സംഭവം, തിരുവനന്തപുരം കാടൽ ജിൻസൺ രാജ, പാളയം MM ചർച്ചിലെ മെമ്പർ. എല്ലാവരും കേൾക്കണം. എവിടെ? അവരുടെ വീട് തിരുവനന്തപുരം പാളയത്തിനടുത്ത്. നേരിട്ട് എനിക്കറിയാം, ഞാൻ MM ചർച്ച് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ്റെ അമ്മ ഡോക്ടർ, അപ്പൻ പ്രൊഫസർ. അത് കഴിഞ്ഞിട്ട് പെങ്ങൾ കരോലിൻ MBBS കാരി, വീട്ടിലെ വേലക്കാരി. നന്ദൻകോട് 2 സുവിശേഷകർ. അതിലൊരു വ്യക്തി CSI എന്നത് ബിഷപ്പുവാണ്. സുവിശേഷകരുടെ വീടിൻ്റെ നടുവില അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നു. സ്വോത്രം. ഈ ചെറുക്കനെ എവിടെ വിട്ടു? പോലീസുകാരും നാട്ടുകാരും പറഞ്ഞവൻ കൊന്നുകളഞ്ഞ മാനസിക രോഗിയെന്ന്. ഒരു മാനസിക രോഗിയല്ല. ഈ കാടൽ ജിൻസൺ രാജ റഷ്യയിൽ MBBS പഠിക്കാൻ പോയി. അവൻ സാത്താനെ ആരാധിക്കുവാൻ പോയി. കറുത്തുടുപ്പും കറുത്ത പാൻറ് വിട്ട് സാത്താനെ ആരാധിക്കുന്നവൻ. അവൻ്റെ സ്വത്തത്രാന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്കറിയത്തില്ല. അമ്പൂരി കഴിഞ്ഞ വേറെ സ്ഥലമുണ്ട്, 6 കാണി 10 കാണി. അതിൻ്റെ പുറത്ത് ഗണപതി കല്ല് കളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ദൈവദാസന്മാർ കാണിച്ചു 13 ഏക്കർ തോട്ടമായി കാടൽ ജിൻസൺ രാജാക്കുള്ളത്. സ്വോത്രം. ഏക്കർ കണക്കിന് റബ്ബറുമുണ്ട്. തിരുവനന്തപുരത്ത് നന്ദൻകോട് സുന്ദരമായ വീട്. അന്ന് എല്ലാവരും പറഞ്ഞവന് തലയ്ക്ക് ചൂടാന്ന്. സ്വോത്രം. അവൻ സാത്താനെ ആരാധിക്കുന്നവനാ. തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല മുതൽ തിരുമല വരെ സാത്താനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ. പച്ചയ്ക്ക് ഞാൻ പറയാം, അജിക്കറിയാം, സജുജാത്തന്നൂർ ഇത് പറയത്തുള്ളൂ. സ്വോത്രം. പച്ചയ്ക്ക് ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ. ഇന്ന് രാത്രി അവനോട് പിശാച് പറഞ്ഞു, മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. CSI പാളയം MM ചർച്ചിലെ മെമ്പർ 4 പേരെയും കൊന്നിട്ട് തൂണോട് കെട്ടിവെച്ചു. പേരൂർക്കട പെട്രോൾ പമ്പിൽ പോയി മണ്ണെണ്ണ മേടിച്ചുകൊണ്ട് കത്തിച്ച് കളഞ്ഞു. തിരുവനന്തപുരം ഞെട്ടിപ്പോയി. ഇന്നവൻ ദാ കിടക്കുന്നു പൂജപ്പുര ജയിലിൽ. ഒരു മാനസിക രോഗവുമില്ല. സ്വോത്രം. സാത്താനെ ആരാധിക്കാൻ പോയവൻ. തീർന്നില്ല. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, തിരുവനന്തപുരത്ത് പാമ്പാടി ഓർത്തഡോക്സ് സഭയിലെ ഒരു പയ്യൻ പഠിക്കാൻ വന്ന നവീൻ, ആയുർവേദ കോളേജിൽ ഡോക്ടർ. അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, വട്ടിയൂർക്കാവുകാരി ദേവി. അവർ കല്യാണം കഴിച്ചു. അവർ സാത്താനെ ആരാധിക്കുവാൻ പോയി പുനർജന്മത്തിന് വേണ്ടി. അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കൂടി, വട്ടിയൂർക്കാവിൽ ലാറ്റക്സിൽ ജോലിയുള്ള ഒരു അച്ഛൻ്റെ മകൾ. അവളുടെ പേര് ആര്യ. ശ്രീകാര്യം സ്കൂളിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പെൺകൊച്ച്. അവളുടെ കല്യാണം ഉറച്ച ഒരച്ഛൻ്റെയും ഒരമ്മയുടെ ഏകമകൾ. വിവാഹത്തിന് വേണ്ടി സാരിയെല്ലാം മേടിച്ച് എല്ലാം ശരിയാക്കി അടുത്ത മാസം കല്യാണം നടക്കാനിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരി പെൺകുട്ടിയെ ചാക്കിട്ട് കൊണ്ട് എവിടെ പോയെന്നറിയാമോ? എവിടെ പോയി? അരുണാചൽ പ്രദേശ്. അവർ 6 ദിവസം പുനർജന്മം. മനുഷ്യൻ മരിച്ചാൽ പുനർജന്മം കിട്ടുമോ? സാത്താനെ ആരാധിക്കുന്ന കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ടു. ആരോ അവരുടെ പിന്നിലുണ്ട്. പോലീസ് ഒത്തുകളിക്കോ? വിടത്തില്ല, പുറത്തു വിടത്തില്ല. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വെച്ച് മരിച്ചാൽ നിങ്ങൾക്ക് പുനർജന്മം കിട്ടും. അവരെ ലാപ്ടോപ്പ് മുഴുവൻ എടുത്തു. കണ്ട കാര്യം, 6 ദിവസം കഴിച്ചിട്ട് 4 ദിവസം അവർ മുറിക്കിറങ്ങിയില്ല. അപ്പച്ചമ്മച്ചി ഇതെല്ലാം കേട്ടോണം. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ ചെറുപ്പക്കാരൻ ആരുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു, ഈ 2 പേരെയും കൊല്ലണം, നീയും മരിക്കണം, പുനർജന്മം കിട്ട്. അതിനാസ്പദമായി പാമ്പാടിക്കാരൻ നവീൻ, എല്ലാവരും കേൾക്കണം, പാമ്പാടിക്കാരൻ നവീൻ എന്ത് ചെയ്തു? ഈ പെൺകുട്ടികൾക്ക് രക്തമൊഴുകാതിരിക്കാൻ കട്ട പിടിക്കാൻ മരുന്ന് കൊടുത്തിട്ട് ശരീരം ബ്ലേഡ് കൊണ്ട് വരച്ചിട്ട് കാലിൽ എഴുതി വെച്ചു 666 സാത്താൻ സേവ. ബാക്കിയെല്ലാം ഏഷ്യാനെറ്റിനകത്തുണ്ട്. 2 പെൺകുട്ടികളെയും കൊന്നു കളഞ്ഞു. അതിനുശേഷം അവന് മരിക്കാൻ ബുദ്ധിമുട്ടായി. അവൻ കഴുത്ത് ഞരിച്ച് മരിക്കുന്നതിന് മുമ്പ് ശരീരം മറിഞ്ഞിട്ട് അവനും എഴുതി 666. തീർന്നില്ല. ആ ഡെഡ് ബോഡി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസുകാർ ഞെട്ടിപ്പോയി. ശരീരം മുഴുവൻ പിശാച് പറഞ്ഞ് വരച്ചിട്ട് സാത്താന്റെ നമ്പർ അതിനകത്ത് എഴുതി വെച്ചു. ഇന്ന് രാത്രി അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. ഇന്ന് രാത്രി യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ
എന്നെ ചൊല്ലി കരയണ്ട, കരമുയർത്തുന്നവർക്കായി, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ? എലത്തൂർ ട്രെയിൻ സ്ഫോടനം. ഡൽഹിക്കാരൻ വന്ന് ട്രെയിൻ സ്ഫോടനം നടത്തി. അവൻ പോലീസിനോട് പറഞ്ഞ മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. തിരുവനന്തപുരം, ബാക്കിയൂടെ നിങ്ങൾ കേട്ടോ, യഹോവ സാക്ഷികളുടെ സർക്കിട്ട് സമ്മേളനം. ഒരുത്തൻ ടിഫിൻ ബോക്സിനകത്ത് ബോംബ് വെച്ചു. 6 പേരെങ്ങാണ്ടാ മരിച്ചു വീണത്. ആ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവനും പറഞ്ഞു മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല, അതിനവൻ പദ്ധതി വെക്കും. യോഹന്നാൻ 16:2. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക. അതാ പാമ്പാടിക്കാരൻ നവീൻ, തിരുവനന്തപുരം വാട്ടിയൂർക്കാവ് ദേവി ആര്യ കാലിനകത്ത് വരച്ചു വെച്ചിരിക്കുന്നു 666. ഇന്ന് രാത്രി ഹല്ലേലൂയ, മണ്ണടിക്കോണമേ. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. കരമുയർത്തുന്നവർക്കായി ഇത് ചെയ്യേണ്ടത്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 സയൻസൂടെ താമസമിന. സാത്താൻ്റെ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരാൻ പോകുന്നു. ഈ ലാപ്ടോപ്പൊക്കെ മനുഷ്യരെ കൊല്ലുന്ന കാര്യം ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ്റെ പേര് അലൻ ടോറി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ത്യദിനങ്ങളിൽ ഈ ലാപ്ടോപ്പ് സഹിതം മനുഷ്യനെ കയറി പിടിക്കുക, ഇൻ്റർനെറ്റ് മർഡർ. ഇന്ന് രാത്രി 2 കാര്യം കേട്ടോണം. അടുത്ത ഭാഗത്തിലേക്ക്. സാത്താൻ്റെ പ്രതിമ ഒരിക്കൽ നമ്മുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ്റെ മുഖം കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി. ഈ സോഫിയയുടെ മൂത്ത ചേച്ചിക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം ലഭിക്കാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി ചങ്കിനകത്ത് കൈവച്ച് പറയണം, എതിർ ക്രിസ്തുവിന് ബ്ലൂ ബ്രെയിൻ കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പോലീസ് പലതും മറച്ചിരിക്കുക. തിരുവനന്തപുരം ഞെട്ടുന്നു. അരുണാചലിൽ നിന്ന് വന്ന മൃതദേഹം FIR, ശരീരം കീറിമുറിച്ചു. പിശാചിൻ്റെ സംഖ്യ എഴുതി ഏഷ്യാനെറ്റ് മാത്രം പുറത്തുവിട്ടു. സാത്താനെ ആരാധിക്കുന്ന കൂട്ടമായിരുന്നു ഇവർ. പുനർജന്മത്തിന് വേണ്ടി പോയി ആരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അരുണാചൽ പ്രദേശിൽ വെച്ച് മരിച്ചു. 100% സാക്ഷരതയുള്ള കേരളം, തിരുവനന്തപുരം. അങ്ങനെയെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഇവിടെ വരും. ഇന്ന് രാത്രിയും ഇന്നലെ രാത്രിയും ബേസിക് കമ്പ്യൂട്ടർ വരാൻ പോകുന്നു. യഹൂദൻ്റെ ആലയത്തിനകത്ത് വായിച്ചു തുടങ്ങാം. എതിർ ക്രിസ്തു ദൈവാലയം പണിയാൻ പോകുന്നു. ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും. മോൾ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 6:1-2. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ടെ. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്ക്. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവൻ എന്ത് ചെയ്തു? ജയിക്കാനായി. വായിച്ചാട്ടെ. അവനൊരു കിരീടവും ലഭിച്ചു. അതാ വേൾഡ് റൂളർ, ലോകഭരണം അവന്റെ കയ്യിലേക്ക്. അടുത്ത വാക്ക്. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ ലോകം ഒരുവൻ ഭരിക്കണം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക രംഗം, ഇവിടുത്തെ കൃഷി, അതുപോലെ ബാങ്കുകളുടെ തകർച്ച, ഗ്ലോബൽ വാർമിംഗ് ഒരുവൻ. അവൻ ഭരിക്കാൻ വരുമ്പോൾ ലോകത്തിലെ അന്താരാഷ്ട്ര പ്രശ്നമുണ്ട്. യഹൂദന് ദൈവാലയമില്ല. കടക്കാൻ പോകുന്നു റോബോട്ടിലൊക്കെ. ശ്രദ്ധയോടെ ഇരിക്കണം. ഇതെല്ലാം പ്രവചനം, ആരും പ്രസംഗിക്കത്തില്ല. ഇത് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കേണ്ടതാ. യെരുശലേമിൻ്റെ ദേവാലയങ്ങൾ. 1 സമാഗമന കൂടാരം, മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അത് മരുഭൂമിയിൽ പോയി. 2ാമത്തെ ആലയം, ജ്ഞാനിയ ശലോമോൻ ദൈവാലയം BC 606 നെബൂഖദ്നേസർ തകർത്തു. 3 കോരശന്റെ ഇടയ എസ്രാ, നെഹമ്യാവ്, സെരബാബേൽ അവരാൽ ദേവാലയം പണിതു. ആ ദേവാലയം തകർന്നില്ല. അത് എവിടായി? റോമിൻ്റെ ഭരണത്തിങ്കൽ ഹേരോദാവ് 46 വർഷം കൊണ്ട് പണിത ദൈവാലയത്തിൽ യേശു വന്നു. ആ യേശു അവസാന പെരുന്നാളിൽ ദേവാലയത്തിൽ പറഞ്ഞു. മത്തായി 24:1-2. അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ യേശുവിനെ ആലയത്തിൻ്റെ പണി കാണിച്ചു. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ അന്താരാഷ്ട്ര പ്രശ്നം, യഹൂദന് ദേവാലയമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 9ാമത് ഷെക്കേന മിനിസ്ട്രീസിൻ്റെ കൺവെൻഷനിലിരിക്കുമ്പോൾ 12 കാര്യങ്ങൾ യഹൂദൻ്റെ ദേവാലയത്തിന് വേണ്ടി നടക്കുന്നു. 1, ശ്രദ്ധയോടെ ഇരിക്കണമേ, ഇന്ന് ജെറുസലേം ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി. 2, ആലയത്തിന് വേണ്ടി ട്രംപ് അവിടെ കോൺസുലേറ്റ് തുറന്നു. 3,
ഇന്ന് ഇസ്രായേൽ യഹൂദൻ്റെ രാഷ്ട്രമായി UN-നകത്ത്. നാലാമത്തെ കാര്യം ഏറ്റവും നിർണായകമായി 60 ലക്ഷം $3 ബില്യൺ യഹൂദൻ ആലയത്തിന് വേണ്ടി പിരിച്ചു. 5 ഏകദേശം 200-ൽ പരം കുഞ്ഞുങ്ങൾ ആത്മീയ മന്ന ബൈബിൾ കോളേജ് പഠിക്കുന്ന പോലെ അവിടെ സേവനത്തിന് വേണ്ടി. 6 44 ദിവസം കൊണ്ട് പണിയാനുള്ള ബ്ലൂ പ്രിൻ്റ് റെഡിയായി. 7-ാമത്തെ കാര്യം ഏവരും കേൾക്കണം, അത് പണിയാൻ ഒരു കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ ടീം ആൻഡ് ബെയറിംഗ്. അത് കഴിഞ്ഞ് 8-ാമത്തെ കാര്യം ഭൂമി പരിശോധിക്കാൻ ഒരു കൺസൾട്ടൻറ്റിനെ റെഡിയാക്കി, ഹാൽക്രോ കൺസൾട്ടൻറ്റ്. 9-ാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം, യെരുശലേം ദൈവാലയത്തിനകത്ത് ചുവന്ന പശുക്കുട്ടികൾക്ക് വേണ്ടി ഇസ്രായേൽ ക്ലോണിങ്ങിൽ ചുവന്ന പശുക്കുട്ടികൾ. 10 അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് അഡ്വാൻസായി 4 പശുവിനെ കൊണ്ടുവന്നു. 11-ാമത്തെ കാര്യം യഹൂദൻ ഒരു പള്ളി പണിഞ്ഞാൽ ലോകത്തിലുള്ള യഹൂദന്മാരെല്ലാം ഇവിടെ ഓടി വരും. ട്രാഫിക് നിയന്ത്രിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഷക്കീന കൺവെൻഷൻ ഒരു ചെറുപ്പക്കാരനെ അവർ പഠിപ്പിക്കാൻ വിട്ടു, ബ്രിട്ടനിൽ പോലീസിൽ. അവൻ്റെ പേര് റോണിയാൽ ഷക്കർ. അവൻ മടങ്ങി വന്നു കഴിഞ്ഞു ട്രാഫിക് നിയന്ത്രിക്കാൻ. 12-ാമത്തെ കാര്യം ആലയത്തിനകത്ത് ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുവാൻ ലേവിയുടെ പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന് ഇടുവാൻ മാർപ്പതക്കം മെഡിറ്ററേനിയൻ കടലിൽ ഒച്ചിൻ്റെ ഹല്ലേലൂയ തൊണ്ടിൽ നിന്നുണ്ടാക്കി ചകിരി പിരിക്കുന്നത് പോലെ മാർപ്പതക്കം ഇസ്രയേൽ ഉണ്ടാക്കി അന്ത്യദിനങ്ങൾ. 13-ാമത്തെ കാര്യമാ ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് സംഘടന നടക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് പറയുന്നു, അപ്പൻ ആരോ ആയിക്കോട്ടെ, അമ്മ യഹൂദ സ്ത്രീ ഉണ്ടെങ്കിൽ അവർ ഇസ്രയേലിലേക്ക് മടങ്ങി വരാം. കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ലോകജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും. ഒരു മണി പോലും ശേഷിപ്പാതെ മടങ്ങി വരും, സകലരും മടങ്ങി വരും. 14-ാമത്തെ കാര്യം ഇനി കുഞ്ഞു വായിക്കും, ആലയത്തിനകത്ത് സ്വോത്ര കാഴ്ചയിടാൻ കൊയിൻ റെഡിയായി. അതാ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സംഭവം. വായിക്കാം പുറപ്പാട് പുസ്തകം 30, 12, 13. അമ്മമ്മ ഇതെല്ലാം നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് നാട്ടുകാരോട് പറയാം, നിങ്ങളുടെ ചർച്ചിൽ ക്ലാസ് എടുത്ത് പ്രസംഗിക്കാം. അത്രയും ക്ലിയറാ. കർത്താവിൻ്റെ വരവ് അടുത്തുപോയി. പുറപ്പാട് 30, 12, 13 മോൾ വായിച്ച് സഹായിച്ചാട്ടെ. വായിക്കാം. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി ബൈബിളും പ്രവചനവും വായിച്ചാട്ടെ. യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അടുത്ത വാക്ക് എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവരും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആലയത്തിന്റെ നന്മയുടെ കണക്ക് പ്രകാരം യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ. അടുത്ത വാക്ക് 1/2 ശേക്കെൽ കൊടുക്കണം. 1/2 ശേക്കെൽ. മോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം. ഇതാ 50 പൈസയുടെ തുട്ട്. കേട്ടോണേ. 1948 മെയ് മാസം 14-ാം തീയതിയാ. ഇനി പറയുമ്പോൾ ഞാൻ വായിക്കും പറയാം. 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രയേൽ സ്വതന്ത്രമായത്. അന്ന് അവരുടെ നാണയത്തിൻ്റെ പേര് ശെക്കേൽ. 25 ഉണ്ടായിരുന്നു, 50 ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാരുടെ കണക്കിപ്പോൾ അവർ 25, 50 നിർത്തിയിട്ട് 30 കൊല്ലമായി. 1 രൂപ നാണയം പോലെ 1 ശെക്കേലേ ഉള്ളൂ. എന്നാൽ കോവിഡ് കാലത്ത് എല്ലാവരും കേൾക്കണം, ഒരു സംഭവം നടന്നിരിക്കുക. ഏറ്റവും നിർണായകമായി 1/2 ശെക്കേൽ നാണയം ഫ്രീ ആയിട്ട് അടിച്ച് എല്ലാ വീട്ടിലും കൊണ്ട് ട്രഷറി സൂക്ഷിച്ചതുപോലെ ഇപ്പോൾ സൂക്ഷിച്ചു കൊടുത്തിരിക്കുന്ന ഇസ്രയേൽ. എന്താ 1/2 ശെക്കേൽ നാണയം ആലയത്തിനകത്ത് കാണിക്കയിടാൻ ഇസ്രയേൽ അടിച്ചു കൊടുത്തു. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അടുത്തത് ശെക്കേൽ എന്നത് 20 ഗേര. അടുത്തത് 1/2 ശെക്കേൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. കോവിഡ് കാലത്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തേക്ക 20 പൈസന് മേലുള്ളവർ. മോള് വായിച്ചാട്ടെ. അടുത്ത വാക്യം കൂടെ ക്ലിയർ ആയിരിക്കണം ബൈബിൾ. അടുത്തത് എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെ ഉള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. 20 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഇടണ്ട. ബാക്കി 20 വയസ്സ് മേളിലുള്ളവർ സിനഗോഗിൽ വരുമ്പോൾ സ്വോത്ര കാഴ്ച ഇടണം. ഇവിടെ ഒരു കാര്യം, പെന്തിക്കോസ്തുകാർ CSI കാര്യം, ധനവാനും ദരിദ്രനും എല്ലാവരും ഒരേ തൂക്കം. വായിച്ചാട്ട് മോളെ. ഇവിടെ അടുത്ത വാക്യം കൂടെ. അടുത്ത വാക്യം വായിച്ചാട്ടെ. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കെൽ അധികം കൊടുക്കരുത്. പാലിയോട്ട് പണമുള്ള അച്ചായ 1/2 ശേക്കെൽ കൂടുതൽ കൊടുക്കരുത്. അടുത്തത് ദരിദ്രന് കുറച്ചു കൊടുക്കരുത്. അതുകൊണ്ട് ട്രഷറി നടിച്ച നാണയം സ്വോത്ര കാഴ്ച ഇടുവാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തു, കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു യഹൂദൻ ഒരാലയം. ഷെക്കേന മിനിസ്ട്രീസിന്റെ 9ാമത് കൺവെൻഷൻ ഇന്ന് രാത്രി കേൾക്കുന്നവർ പറയണത്, 2 ആലയം ഭൂമിയിൽ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി യഹൂദന്റെ ആലയം പണിത് അവിടെ 1/2 ശേക്കെൽ കാണിക്ക വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. ഈ തലമുറയിൽ ഇന്ദ്രകാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി മണ്ണടിക്കോണമേ.
നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി ഇനി അവിടെ ആരെ കൊണ്ടുവരുത്തും? കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. എതിർക്ക് സ്വാദ്യം ആലയം പണിയോ, കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. എല്ലാവരും ശ്രദ്ധിക്കണം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം ബൈബിൾ കൂടെ വെച്ചിരിക്കണം. നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കണം. പുറത്ത് മഴ പെയ്യുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് വചനം നല്ല ക്ലിയർ ആയിരിക്കണം. ദാനിയേൽ 12-11 ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും. മോൾ വായിച്ചാട്ടെ. ദാനിയേൽ പ്രവചനം 12-11 വാക്യം വായിക്കാം. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ഇന്ന് ദൈവാലയം അവർക്കില്ല. ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബ സോഫിയുടെ മൂത്ത ചേച്ചി അവിടെ കൊണ്ടുവെക്കും. ഇന്ന് രാത്രി അടുത്തതെടുക്കണം. അവൻ അവിടെ നിന്ന് സംസാരിക്കും. ഗൂഗിൾ വരുന്നവരോട് വായിക്കാം. 2 തെസ്സലോനിക്കർ 2:4 ദൈവാലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും. ഇതാ യഹൂദന്റെ പീഡാകാലം. കേട്ടോ, ഇത് പിന്നെ 2 തെസ്സലോനിക്കർ 2:4 ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് വായിക്കാം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അതാണ്ട് അവനെ ഈ റോബോട്ടിനെ കൊണ്ടുവെക്ക. സോഫിയുടെ മൂത്ത ചേച്ചി വരുന്നവരോട് വണങ്ങാൻ പറയും. വായിച്ചാട്ടെ മോളെ. ദൈവമെന്ന് നടിച്ച് ഞാനാ ദൈവം. അല്ല, യേശു ക്രിസ്തു ഒന്നും അല്ല ദൈവം. മശിഹ ഞാനാണെന്ന് യവൻ ദൈവാലയത്തിൽ പറയും. റോബോട്ട്. അടുത്തത്